ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ ആരംഭിച്ച സാന്താക്ലോസ് റാലി ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ ഈ കമോഡിറ്റികൾ ഇന്ന് മോർണിംഗിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. $4,386.5 പെർ ഔൺസ് ആണ് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ ഇന്ന് മോർണിംഗിൽ. അതോടൊപ്പം സിൽവർ $68.86 പെർ ഔൺസ് ആണ് പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പോട്ട് ഗോൾഡും സ്പോട്ട് സിൽവറും ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം കോപ്പർ, ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ കോപ്പർ ഫ്യൂച്ചേഴ്സും ഇന്ന് റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. അലുമിനിയം കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സിങ്ക് ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്ന രണ്ട് കമോഡിറ്റികളേ ഉള്ളൂ. ഒന്ന് ബ്രൻഡ് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസും. മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് ഗെയിനോട് കൂടിയാണ് മോർണിംഗിൽ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ടെക്നോളജി സ്റ്റോക്കുകളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലും അതുപോലെ തന്നെ ചൈനയിലുള്ള കമ്പനികൾ, ടെക്നോളജി കമ്പനികൾ വലിയ രീതിയിൽ R&Dയിൽ AI ടൂളുകൾ ഉണ്ടാക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ ഇത്തരത്തിലുള്ള AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസസ് നൽകുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇൻഫോസിസിനായാലും TCSനായാലും മറ്റ് ടെക്നോളജി കമ്പനികൾക്കായാലും AI സർവീസസ് രംഗത്ത് ഇന്ത്യൻ കമ്പനികൾ വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ടെക്നോളജി സ്റ്റോക്കുകളിൽ നിന്ന് കാണാം. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ വീണ്ടും AI റിലേറ്റഡ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം മുന്നേറിയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ ഓൾമോസ്റ്റ് എല്ലാ AI റിലേറ്റഡ് ടെക്നോളജി സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം ചൈനയിൽ വീണ്ടും ചിപ്പ് മേക്കിംഗ് കമ്പനികളുടെ IPOs വരികയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള IPOs ഒക്കെ 600-700% ഗെയിനോട് കൂടിയാണ് ചൈനയിൽ ലിസ്റ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി ന്യൂക്ലിയർ എനർജി രംഗത്തേക്ക് കടക്കുകയാണ്, പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ RT ഇൻഡസ്ട്രീസ് അവരുടെ ഇൻപുട്ട്, അതായത് ധാരാളം റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസിൻ്റെ ലഭ്യതയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള റോ മെറ്റീരിയലുകളുടെ ലഭ്യത RT ഇൻഡസ്ട്രീസ് സ്പെഷ്യാലിറ്റി രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഇത്തരത്തിലുള്ള റോ മെറ്റീരിയലുകളുടെ ലഭ്യതയൊക്കെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഡേയ്സ് ആണ് ഹെഡ് ഉള്ളത്. ധാരാളം പ്രൊജക്റ്റുകൾ ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾക്ക് ലഭിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് പാക്കേജ് വളരെ പോസിറ്റീവാണ്. ഇതുവരെ ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ നേവിക്ക് അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയുള്ള ഷിപ്പുകളാണ് ഉണ്ടാക്കിയിരുന്നത്. ഇനി അടുത്ത വർഷങ്ങളിൽ തീർച്ചയായിട്ടും കമേഴ്സ്യൽ ഷിപ്പ് ബിൽഡിംഗ് രംഗത്തേക്കും കൂടി കടക്കുകയാണ്. ഒപ്പം അഡാനിയുടെ അണ്ടറിലുള്ള അഡാനി എയർപോർട്ട്സ് പുതുതായിട്ട് ബിഡിങ്ങിന് വരുന്ന 11 എയർപോർട്ടുകളിലും ബിഡ് ചെയ്യാൻ പോവുകയാണ്. അഡീഷണലായിട്ട് ടോട്ടൽ 12 എയർപോർട്ടുകൾ തങ്ങൾക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അഡാനി എൻ്റർപ്രൈസസ് നൽകിയിട്ടുള്ളത്. ഓൾറെഡി 7 എയർപോർട്ടുകൾ ഓപ്പറേഷണലൈസ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ നവി മുംബൈ എയർപോർട്ട് ഈ മാസം അവസാനത്തോടുകൂടി ഓപ്പറേഷണലൈസ് ആവും. തീർച്ചയായിട്ടും അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. MV ഫോട്ടോവോൾട്ടൈക് പവർ ലിമിറ്റഡ് റീസെൻ്റ് ആയിട്ട് IPO വന്നൊരു സ്റ്റോക്കാണ്. 217 രൂപയ്ക്കാണ് IPO വന്നിരുന്നത്. 185 രൂപ റേഞ്ചിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവർ IPO പ്രോസ്പെക്ട്സിൽ പറഞ്ഞ പോലെയുള്ള കപ്പാസിറ്റി അഡീഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് MV ഫോട്ടോവോൾട്ടൈക്സ് പവറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സ് ലിമിറ്റഡ്
ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് ഫെറോക്രോം പ്രൊഡ്യൂസറാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലത്തെ ലാർജസ്റ്റ് ഫെറോക്രോം പ്രൊഡ്യൂസറാണ്. ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ് അവർ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് മെയ്സ് സ്റ്റാർച്ച് ബേസ്ഡ് ഫെർമെൻറ്റേഷൻ പ്ലാന്റിൽ നിന്ന് സോഡിയം ഗ്ലൂക്കോണൈറ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്ലാന്റാണ്. തീർച്ചയായിട്ടും ഗുജറാത്ത് അംബുജ എക്സ്പോർട്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഹിറ്റാച്ചി, ഹണിവെൽ, ടാറ്റ എലക്സി ഈ സ്റ്റോക്കുകളിലൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ധാരാളം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ BEML 110 കോടി രൂപ ഡിഫൻസ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് BEMLനെ സംബന്ധിച്ച്. വേദാന്തയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ്. ഈ കമ്പനികൾ ഡീമർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡീമർജറിൽ കൂടെ 5 വേദാന്തകളാണ് ഫോം ചെയ്യാൻ പോകുന്നത്. നല്ല ഗെയിനാണ് ഇൻവെസ്റ്റേഴ്സിന് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ന്യൂസ് വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം ഇന്ത്യയിലെ ഫസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ മെട്രോ ട്രെയിൻ അഹമ്മദാബാദ് മെട്രോ റെയിൽ കോർപ്പറേഷൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് 10 ട്രെയിൻ സെറ്റുകൾക്കുള്ള ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. SBI അവരുടെ ഹോം ലോൺ ബിസിനസ് അടുത്ത വർഷം 10 ലക്ഷം കോടി ക്രോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ SBI കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഓസ്വാൾ പമ്പ്സ് ലിമിറ്റഡ് IPO റീസെൻ്റായിട്ട് വന്നിട്ടുള്ള സോളാർ രംഗത്തുള്ളൊരു കമ്പനിയായിരുന്നു. പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ കമ്പനീനെ സംബന്ധിച്ചും വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് എയർപോർട്ട് ബിസിനസ്സിൽ വീണ്ടും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പോവാണ്. MRO ബിസിനസ്, അതുപോലെ തന്നെ പാസഞ്ചർ എയർക്രാഫ്റ്റ് ടു ഫ്രൈറ്റ് കൺവേർഷൻ സ്പേസിലേക്കൊക്കെ കടക്കാണ്. ഭാവിയിൽ ഒരുപക്ഷെ എയർലൈൻ രംഗത്തേക്കും അഡാനി ഗ്രൂപ്പ് കടന്നേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഡെക്കാൻ ഗോൾഡ് മൈൻ അവരുടെ കിർഗിസ്ഥാനിലുള്ള ഗോൾഡ് മൈനിൽ പ്രീ ട്രയൽ പ്രൊഡക്ഷൻ ആരംഭിച്ചെന്ന് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഓൾറെഡി ആന്ധ്രാപ്രദേശിലുള്ള ഗോൾഡ് മൈനിലും അവർ ട്രയൽ റൺ ആരംഭിച്ചിരുന്നു. അതിനുശേഷം കമേഴ്ഷ്യൽ പ്രൊഡക്ഷനുള്ള തയ്യാറെടുപ്പിലാണ്. ഡെക്കാൻ ഗോൾഡ് മൈനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വരുൺ ബിവറേജസ് ലിമിറ്റഡ് ലോകത്തിലെ അമേരിക്ക കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് പെപ്സി ഫ്രാഞ്ചൈസിയാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡ്. അവർ സൗത്ത് ആഫ്രിക്കയിലത്തെ ട്വിസി പ്രൊപ്രൈറ്ററി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ബിവറേജസ് കമ്പനിയാണ്. 1118.7 കോടി രൂപയാണ് എൻ്റർപ്രൈസസ് വാല്യൂ വരുന്നത്. ഒരു അക്വയർ ചെയ്തിട്ടുള്ള 901.9 കോടി രൂപയ്ക്കാണ്. വരുൺ ബിവറേജസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. തേജസ് നെറ്റ്വർക്ക് ടെലികോം ഗിയർ മാനുഫാക്ചററാണ്. വലിയ രീതിയിൽ മുന്നേറിയതിനു ശേഷം നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്റ്റ് ടു മൊബൈൽ ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഇന്ത്യയിൽ ഓൾറെഡി ടെസ്റ്റ് റണ്ണിലാണ് പ്രസാർ ഭാരതിയായിട്ട്. അതായത് നമ്മുടെ മൊബൈൽ സെറ്റിലേക്ക് സാറ്റലൈറ്റിൽ നിന്ന് ലൈവ് TV, വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഗ്ലോബൽ വെൻഡേഴ്സൊക്കെ ഇത്തരത്തിൽ ഈ പ്രൊഡക്റ്റ് അക്വയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം 5G ഇംപ്ലിമെൻറ്റേഷൻ BSNLൻ്റെ തേജസ് നെറ്റ്വർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതും തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടൈറ്റൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അവരുടെ വാച്ച് ബിസിനസ് $1 ബില്യൺ ക്രോസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് 2 ഇയേഴ്സിനുള്ളിൽ. തീർച്ചയായിട്ടും ടൈറ്റനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓൾറെഡി ജ്വല്ലറി രംഗത്തുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ദമാസ് ജ്വല്ലറി ഗ്രൂപ്പിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ടൈറ്റനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ജോൺ കോക്കറിൽ 100% സ്റ്റേക്ക് ജോൺ കോക്കറിലിൻ്റെ മെറ്റൽസ് ഇൻ്റർനാഷണൽ ബെൽജിയത്തിലുണ്ട്. അവരുടെ സബ്സിഡിയറിയാണ് പാരന്റ് കമ്പനിയിൽ നിന്ന് ഈ
സബ്സിഡിയറി ജോൺ കോക്കറിൽ ഇന്ത്യ അക്വയർ ചെയ്തിട്ടുണ്ട്. ഗ്രാനൂൾസ് ഇന്ത്യക്ക് US FDA അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഒരു ജനറിക് ഡ്രഗിനായിട്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ 125 ബെഡുകളുള്ള ബാംഗ്ലൂർ ബേസ്ഡ് പീപ്പിൾസ് ട്രീ ഹോസ്പിറ്റൽ അക്വയർ ചെയ്തിട്ടുണ്ട്. 430 കോടി രൂപയ്ക്കാണ്. എക്സ്പാൻഷന് വേണ്ടി 410 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ജൂപ്പിറ്റർ വാഗൻസിൽ പാരന്റ് കമ്പനി സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. GE വെർണോവ ഗുജറാത്തിലുള്ള കാവുത റിന്യൂവബിൾ എനർജി പ്ലാന്റിൽ നിന്നൊരു ബിഗ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അഡാനി ഗ്രൂപ്പിൽ നിന്നാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടാറ്റ കെമിക്കൽസ് 100% സ്റ്റേക്ക് അക്വയർ ചെയ്തിരിക്കുകയാണ്. സിംഗപ്പൂർ ബേസ്ഡ് നോവാബേ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പ്രീമിയം ഗ്രേഡ് സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് പ്രൊമോട്ടർ ബൈയിങ് അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 1730.89 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 5722.89 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ DB കോർപ്പ് അതുപോലെ തന്നെ സൂര്യ റോഷ്നി വാലോർ എസ്റ്റേറ്റ് ഈ 3 കമ്പനികളിലാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. അതേസമയം കിർലോസ്കർ ന്യൂമാറ്റിക്, കിർലോസ്കർ ഇൻഡസ്ട്രീസ്, സഫാരി ഇൻഡസ്ട്രീസ് ഈ 3 കമ്പനികളിലും സ്ലൈറ്റ് സെല്ലിംഗ് പ്രൊമോട്ടർ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതാണ് പ്രൊമോട്ടർ റിലേറ്റഡ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റിലേറ്റഡ് സെല്ലിംഗ് ബൈ ന്യൂസുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ ടോട്ടൽ 11 IPOs ഉണ്ട്. 10 SME IPOസും അതുപോലെ തന്നെ ഒരു മെയിൻ ബോർഡ് IPO ആണ് ഈ ആഴ്ചയിലുള്ളത്. മെയിൻ ബോർഡ് IPO ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇന്ന് ഓപ്പൺ ആവുകയാണ് ഈ IPO. 114 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഹോസ്പിറ്റൽ IPO ആണ്. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ ആഫ്റ്റർ IPO വരാൻ പോകുന്നത് 15.77 കോടി രൂപയാണ്. 7 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ 4 ഫാർമസികളാണ് ഈ ചെയിൻ റൺ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗുജറാത്തിലുള്ള മറ്റൊരു ഹോസ്പിറ്റലിനെ കൂടി ഒരു ടേക്ക് ഓവർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഇതിൻ്റെ ഓവറോൾ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അസറ്റ് ലൈറ്റ് മോഡലാണ്. അതുപോലെ തന്നെ ലീസ് റെൻ്റൽസിലൊക്കെയാണ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യാനായിട്ട് എടുക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ചെയിനുകൾക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. അസറ്റ് ലൈറ്റ് മോഡലാണ്. എന്നിരുന്നാലും പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അഗ്രസീവ് പ്രൈസിംഗ് ആണ്. മൈനർ ടു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. അതോടൊപ്പം തന്നെ NSEയിൽ ടോട്ടൽ 10 SME IPO അതുപോലെ തന്നെ BSEയിലും NSEയിലും കൂടി 10 SME IPOs വരുന്നുണ്ട്. ഈ IPOയിൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ശ്യാം ധാനി ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു IPO. 70 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 2000 ആണ് മാർക്കറ്റിലോട്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റർ 2 ലോട്ട് എടുക്കേണ്ടി വരും. അതായത് 4000 ഷെയർ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫർദർ കൂട്ടുകയാണെങ്കിൽ അഡീഷണൽ 2000 വെച്ച് ആഡ് ചെയ്യേണ്ടി വരും. 10 രൂപയാണ് ഈ കമ്പനിയുടെ ഇക്വിറ്റിയുടെ ഫേസ് വാല്യൂ വരുന്നത്. ആഫ്റ്റർ IPO ഇക്വിറ്റി ക്യാപിറ്റൽ 20.66 കോടി രൂപയാണ് വരുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റി സ്പൈസസ് പ്രോസസ് ചെയ്യലും എക്സ്പോർട്ട് ചെയ്യലും സെല്ലിങ്ങും ആണ് ഈ കമ്പനിയുടെ മേജറായിട്ടുള്ള ആക്ടിവിറ്റീസ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു IPO ആണ്. മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ശ്യാം ധാനി ഇൻഡസ്ട്രീസ്. ഇനി നാളെ ആരംഭിക്കുന്ന SME IPO ഉണ്ട്. BSE SME IPO ആണ്. നാൻഡ ടെക്നോളജീസ് അതുപോലെ തന്നെ നാളെ ആരംഭിക്കുന്ന അപ്പോളോ ടെക്നോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഉണ്ട്. ഒപ്പം ധാര റെയിൽ പ്രൊജക്ട്സ് ലിമിറ്റഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ 26-ാം തീയതി ആരംഭിക്കുന്ന ഒരു IPO ഉണ്ട്. E2E ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ IPOയും NSE SME IPO ആണ്. നല്ലൊരു IPO ആണ്. ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള SME IPOs ആണ്. അപ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ശ്യാം ധാനി ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. NSE SMEയിലാണ്. റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആണ് ഗ്ലോബലി ഇന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച തന്നെ അത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിലും അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. നല്ല രീതിയിൽ മാർക്കറ്റുകൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഇയർ എൻഡോട് കൂടിയിട്ട് നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. കമോഡിറ്റികളും സ്റ്റോക്കുകളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബലി. എന്നിരുന്നാലും അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.